ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ഹൃദയവിശുദ്ധിയുടെ ആത്മീയത നമുക്ക് ധ്യാനിക്കാം. ഇന്നലെ നാം ധ്യാനിച്ച സുവിശേഷത്തിൻ്റെ തുടർഭാഗമാണെന്ന്. ഇന്നലെ യേശു ആന്തരിക വിശുദ്ധിയുടെ ആത്മീയതയെക്കുറിച്ച് സംസാരിച്ചുവെങ്കിൽ ഇന്ന് നമുക്കാവശ്യമായ ഹൃദയവിശുദ്ധിയുടെ കൃപകളെക്കുറിച്ച് യേശു സംസാരിക്കുന്നു. നാം യഥാർത്ഥത്തിൽ ദൈവമക്കൾ എന്ന നിലയിൽ ഈ പുണ്യഭൂമിയിൽ വ്യാപരിക്കേണ്ടത് വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും പൂർണ്ണതയിലാകണം. നമ്മുടെ വിശുദ്ധി നിലകൊള്ളുന്നത് ബാഹ്യമായ കാര്യങ്ങളിലല്ല, അത് ആന്തരികമാണ് എന്ന് ക്രിസ്തു ഇന്ന് പഠിപ്പിക്കുന്നു. യേശു പറയുന്നു, പുറമേ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒന്നിനും ആരെയും അശുദ്ധനാക്കാൻ കഴിയില്ല, മറിച്ച് ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അത് എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ സുവിശേഷം വ്യക്തമാക്കുന്നു. യേശു പറയുന്നു, ഹൃദയത്തിൽ നിന്നാണ് ദുർചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മയിൽ നിന്നുകൊണ്ട് നമുക്കൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റുവാനോ സാധ്യമല്ല. നമ്മുടെ ഹൃദയം നിർമ്മലമാകണമെങ്കിൽ ഈ തിന്മയിൽ നിന്ന്, ഈ അശുദ്ധിയിൽ നിന്ന് നാം മുക്തരാക്കപ്പെടണം. അതിനുള്ള ഏറ്റവും നന്മ നിറഞ്ഞ മാർഗം ക്രിസ്തു നമ്മെ ഓർപ്പെടുത്തുന്നത് നമ്മുടെ വ്യക്തിപരമായ ആന്തരിക വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുവാനാണ്. നാം നമ്മിലേക്ക് തന്നെ തിരിയുകയും നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് വേണ്ട വിധം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ഹൃദയശുദ്ധിയുള്ളവരായി തീരുക. നമ്മുടെ ഉള്ള് ആർക്കും കാണാൻ കഴിയില്ല. ഓർക്കുക, ദൈവം നമ്മുടെ ഹൃദയം കാണുന്നു, അതനുസരിച്ച് അവിടെ നിന്ന് വിധിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ ബലഹീനതകളുണ്ട് എന്ന് യഥാർത്ഥത്തിൽ നമുക്കും ദൈവത്തിനും മാത്രമേ അറിയാവൂ. ആയതിനാൽ തന്നെ നാം അറിയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ തിരിച്ചറിയുവാനും അത് തിരുത്തുവാനും മനസ്സായാൽ നമ്മളെല്ലാവരും നന്മ നിറഞ്ഞ വ്യക്തികളായി മാറും. ദൈവ തിരുഹിതം നിറവേറ്റുന്ന ദൈവത്തിൻ്റെ വത്സര മക്കളായി നാം രൂപാന്തരപ്പെടും. ഈ 13 തിന്മകളും നമ്മളിൽ ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ നമ്മളിൽ ഉണ്ടാവുക ഏതെങ്കിലും ഒരു തിന്മയുടെ ബലമാകാം. ആ തിന്മയെ അതിജീവിക്കുവാൻ, ഉപേക്ഷിക്കുവാൻ നമ്മൾ മനസ്സായാൽ നമ്മുടെ ജീവിതം ധന്യമാകും. നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ ബലഹീനതകൾ കണ്ടെത്തുക എന്നതാണ് ഒരു ആത്മീയ വിശുദ്ധിയുടെ ഏറ്റവും പ്രധാനമായ ഘടകം. അപ്രകാരം നമ്മെ കണ്ടെത്തുവാനും നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്തലുകൾ വരുത്തി ദൈവഹിതം നിറവേറ്റുവാനും നാം ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവ തിരുമനസ്സിനൊത്തതായി രൂപാന്തരപ്പെടും. ആകയാൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. അതിൻ്റെ വീഴ്ചകളെ തിരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കുവാൻ നമ്മെ യോഗ്യരാക്കി തീർക്കണമേ എന്ന് ഈ ദിനം നന്മ നിറഞ്ഞ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.